ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് റിവ്യൂ സ്പൈജൻ്റെ റഗഡ് ആർമർ കേസിൻ്റെ സാംസങ് ഗാലക്സി വാച്ച് അൾട്രാന് വേണ്ടിയിട്ട്. സോ ഇത് ഞാനൊരു 3 മാസമായിട്ട് യൂസ് ചെയ്യുവാണ്. സോ ഈ വീഡിയോയിൽ എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ എന്താ നല്ലത്, ഇതിലെന്താ നല്ല ഫീച്ചർ, എന്താ നോട്ട് സോ നല്ല ഫീച്ചർ, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കും. പിന്നെ നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ സാംസങ് വാച്ച് അൾട്രാന് വേണ്ടിയിട്ട്. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് നോക്കാം ഈ ബോക്സിനകത്ത് നമ്മൾക്ക് എന്താ കിട്ടുന്നത്. സോ ബേസിക്കലി ബോക്സിനകത്ത് നമ്മൾക്ക് നമ്മളുടെ കേസ് കിട്ടും, പിന്നെ ഒരു ഇൻസ്റ്റലേഷൻ മാനുവൽ കിട്ടും. പക്ഷേ ഈ ഇൻസ്റ്റലേഷൻ മാനുവൽ ഈ വാച്ചിൻ്റെ അല്ല. ഇത് ബേസിക്കലി വാച്ച് 4, ആക്റ്റീവ് 2, പിന്നെ വാച്ച് 5 പ്രോ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ് അവർ ഇതിനകത്ത് ഇട്ടു. ഇത് ടോട്ടലി റോങ് ആണ്. സോ ബേസിക്കലി ഇവിടെ ബട്ടൺ അലൈൻമെൻറ്റ് ഓക്കെ, അത് ശരിയാണ്. പക്ഷേ മുമ്പിൽ നിന്നാണ് വാച്ച് ഇടാൻ പറഞ്ഞത്. ഇവിടെ മുമ്പിൽ നിന്നല്ല നമ്മൾ ഇടുന്നത്, നമ്മൾ പുറകിൽ നിന്നാണ് ഇടുന്നത്. സോ ഇത് സൈഡിൽ വെക്കാം. ഇപ്പം കേസ് തന്നെ നോക്കാം. കേസിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. ഒരു 1 പീസ് ഡൈ കാസ്റ്റ് ആണ് ഇത്. ഇതാദ്യം ഇട്ട് നോക്കാം. ആദ്യം എങ്ങനെയാണ് ഇടുന്നത് അത് നോക്കാം. സോ ആദ്യം നമ്മൾ സ്ട്രാപ്പ് ഊരും. ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രാപ്പ് വെളിയിൽ വരും. ഇവിടെയും ഇങ്ങനെ വെളിയിലെടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ വാച്ചിൻ്റെ ബോഡി. ഇതിനകത്ത് നമ്മൾ ഇത് ഇടാൻ പോവുക. സോ ആദ്യം നമ്മൾക്ക് ഇതിനെ അലൈൻ ചെയ്യണം, ബട്ടൺ അലൈൻമെൻറ്റ്. സോ ബേസിക്കലി ഈ സൈഡാണ് ഇവിടെ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം കട്ടൗട്ട് പ്രിസൈസ് ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇത് സ്പീക്കറുടെ കട്ടൗട്ടാണ്. ഇവിടെ 2 സൈഡിൽ സ്ട്രാപ്പിൻ്റെ കട്ടൗട്ടാണ്. പിന്നെ ഒരു സൈഡിൽ ഇത്ര വലിയൊരു ബട്ടൻ്റെ കട്ടൗട്ടാണ്. ഈ സൈഡ് ഇങ്ങനെ അകത്തിടണം. അകത്തിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുവരാം, പിന്നെ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. ഇത് ഇപ്പം നിങ്ങൾ കാണാം ഞാൻ നല്ലപോലെ ഇട്ടില്ല, കുറച്ച് അലൈൻമെൻറ്റ് പ്രോബ്ലം ഉണ്ട്. ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ചെയ്താൽ മതി, അലൈനായി. സോ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒത്തിരി നല്ലതാണ്. പിന്നെ ബട്ടൺസ്, പിന്നെ പോർട്സിൻ്റെ കട്ടൗട്ട് പ്രിസൈസാണ്. നിങ്ങൾക്ക് കാണാം എത്ര പ്രിസൈസ് കട്ടൗട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് സ്പീക്കറിൻ്റെ കട്ടൗട്ടാണ്, പിന്നെ നമ്മളുടെ സ്ട്രാപ്പിൻ്റെ കട്ടൗട്ട്, ബട്ടൺസിൻ്റെ കട്ടൗട്ട്, പിന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇതിൻ്റെ കട്ടൗട്ട്. ഇവിടെ കുറച്ച് ഇങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് അങ്ങനെ ഒന്നും അലൈൻമെൻറ്റിൻ്റെ ഇഷ്യൂ ഇല്ല. പിന്നെ പുറകെയും നോക്കാം. സോ പുറകെ ഇവിടെ ഇവർ ഒത്തിരി സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പിലോട്ട് വന്ന് കവർ ചെയ്യുന്നില്ല. എൻ്റെ സാംസങ് വാച്ച് ആക്റ്റീവ് 2, പിന്നെ 5, പിന്നെ 5 പ്രോ, പിന്നെ 4 ക്ലാസിക് എല്ലാത്തിൻ്റെ കേസാണ് മുമ്പിൽ നിന്ന് വാച്ചിനെ അകത്തിടണം. ഇവിടെ ഇനിയും കുറച്ച് കവറാവും, അത് അകത്തോട്ട് വരും. ഇവിടെ ഇത് അകത്തോട്ട് വരുന്നില്ല. ഇത് ഒത്തിരി ഇവർ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് ഇതിൻ്റെ കേസിൻ്റെ ക്വാളിറ്റി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണാം ഇത് നല്ല പ്രൊട്ടക്ഷൻ തരും നമ്മൾക്ക്. ഇത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ട് മുമ്പിൽ നിന്ന്. ഇതിനെ ഒരു നല്ല റഫ് ആൻഡ് ടഫ് ലുക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടു, ഈ കേസ് നമ്മളുടെ സ്കിന്നിനെ ടച്ച് ചെയ്യില്ല. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതാണ് ഹാർട്ട് റേറ്റ് മോണിറ്റർ, ഇതാണ് മുമ്പിൽ വരുന്നത്, കേസ് അല്ല. നോർമലി ഈ കേസ് ഇവിടം വരെ വരും, പിന്നെ നമ്മളുടെ സ്കിന്നെ എല്ലാ സമയം ടച്ച് ചെയ്യും. സോ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ സിലിക്കോൺ ഇങ്ങനത്തെ കേസിൻ്റെ കൂടെ അലർജി ഉണ്ട്. നിങ്ങൾ അലർജിക്ക് ആണെങ്കിൽ ഈ കേസ് നല്ലതാണ്. ഇത് നമ്മളുടെ സ്കിന്നിൽ ടച്ച് ചെയ്യാൻ പോകുന്നില്ല. സോ ഇപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ കാണിക്കാം. നിങ്ങൾക്ക് കാണാം ഇതാണ് ടച്ച് ചെയ്യുന്നത്. ഇപ്പം സ്ട്രാപ്പ് ഇട്ട് കാണുമ്പം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഓക്കെ, സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വാച്ചിനെ വെയർ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണാം നമ്മളുടെ സ്കിന്നിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററാണ് ടച്ച് ചെയ്യുന്നത്, സൈഡ് ടച്ച് ചെയ്യുന്നില്ല. സോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി നിങ്ങൾ ഇത് ഇട്ടിട്ട് സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്യുവാണെങ്കിൽ ഇത് ഒത്തിരി വലിയതല്ല, നിങ്ങൾക്ക് അത്ര ഇത് ടച്ച് ചെയ്യില്ല. സോ നിങ്ങൾക്ക് അലർജി ഒന്നും വരില്ല. സോ ഞാനിത് 24 hours യൂസ് ചെയ്യും. ഞാൻ ഇതുകൊണ്ട് സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്യുന്നുണ്ട്, എൻ്റെ എക്സസൈസ് ട്രാക്കിംഗ് ചെയ്യുന്നുണ്ട്, ഡെയിലി ആക്ടിവിറ്റി ട്രാക്കിംഗ് ചെയ്യുന്നുണ്ട്, എനർജി ലെവൽസ് ട്രാക്കിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യുവാണ്. സോ 24 hours യൂസ് ചെയ്താലും എൻ്റെ സ്കിന്നിൽ ഒരു അലർജി ഇല്ല. ഞാൻ ഇവിടെയാണ് ഇതിനെ ഇടുന്നത്.
ഇവിടെ കുറച്ച് മുടിയൊക്കെ പോയി, പക്ഷെ അത് ഇതിൻ്റെ കാരണമല്ല, ഞാൻ എല്ലാ സമയം വാച്ച് ഇടും, വേറെ വേറെ വാച്ച് ഇടും. സോ ഓൾ ഇൻ ഓൾ ഒത്തിരി നല്ല കേസാണ്. ഇപ്പം ഇതിൽ എന്താ പ്രോബ്ലം വരാൻ പോകുന്നത് അതിനെ പറ്റി സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോസ് ലുക്ക് കൊടുക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് ഈ കേസിൻ്റെ കോർണർ കാണാമല്ലോ, ഇതിനെ ഞാൻ കുറച്ചിങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണും ഇവിടെ ഒരു ഈ സ്ക്രാച്ചിൻ്റെ ഇത് വന്നിട്ടുണ്ട്, സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാ 4 സൈഡ്സിൽ ഈ സ്ക്രാച്ച് കാണാൻ പറ്റും. സോ ഈ സ്ക്രാച്ച് ഈ കേസ് ഈ വാച്ചിനകത്ത് ഇടുന്നതാണ്. സോ യൂസ് ചെയ്യുമ്പം ഇത് കുറച്ചൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യും. അത് ചെയ്ത് ഇവിടെ ഇത് ഈ മാർക്സ് ഉണ്ടാക്കി. ബാക്കി എല്ലാ സ്ഥലത്ത് കുറച്ചൊക്കെ മാർക്സ് വരും, പക്ഷേ അത് ക്ലീൻ ആയിട്ട് പോകും. ബാക്കിയെല്ലാം നല്ല റഫ് ആൻഡ് ടഫ് ആണ്. അവിടെ ഈ കേസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പക്ഷേ ഇവിടെ ആ മാർക്സ് വരാൻ പോവുകയാണ്. ആ മാർക്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. സോ അത് ചുമ്മാ ഇങ്ങനെ ഡേർട്ടുള്ള മാർക്സ് അല്ല, അത് ആക്ച്വൽ ഫിസിക്കൽ മാർക്സ് ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആ മാർക്സ് വരും. സോ ബേസിക്കലി ഇങ്ങനത്തെ കേസ് നിങ്ങൾ ഏത് വാച്ചിലിട്ടാലും ഈ കേസ് എല്ലാ വാച്ചിലും മാർക്സ് ഉണ്ടാക്കും. ഇത് ഒത്തിരി കുറവാണ്, ഓൺലി 4 സൈഡ്സിൽ വന്നു. ബാക്കി എൻ്റെ ആപ്പിൾ വാച്ചിലും ഞാൻ ഇങ്ങനത്തെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആപ്പിൾ വാച്ച് ബ്ലാക്ക് ആയിരുന്നു, ആ ആപ്പിൾ വാച്ചിൽ ഫുൾ ഇത് ഇങ്ങനത്തെ മാർക്സ് ഉണ്ടാക്കി. പിന്നെ എൻ്റെ ബാക്കി സാംസങ് വാച്ചസിൽ ഇവിടെ പിന്നെ സൈഡിൽ ഒക്കെ ഒത്തിരി ഇത് മാർക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഏറ്റവും ലെസ് മാർക്സ് ആണ്, കൂടുതൽ മാർക്സ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇവിടെ 4 സൈഡിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ അത് നോർമലാണ്, ഏത് കേസ് ഇട്ടാലും അത് വരും. സോ അത് നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കണം. ഈ വാച്ചിൽ ഇങ്ങനത്തെ ഈ മാർക്സ് ഉണ്ടാക്കും. അതിൽ അതിൻ്റെ സൊല്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടേപ്പ് ഇട്ടിട്ട് പിന്നെ ഇതിട്ട് അങ്ങനെയൊക്കെ നോക്കാം, പക്ഷേ ടേപ്പ് എത്ര നേരം എടുക്കും, എത്ര സമയം ഇരിക്കും എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. സോ ചുമ്മാ ഞാൻ വേറെ റോങ് എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഈ മാർക്സ് വരും. സോ അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. സോ നിങ്ങൾക്കിത് വാങ്ങിക്കണ്ടയോ എന്ന് നിങ്ങളുടെ ഡിസിഷനാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഞാൻ ഒരു റഫ് ആൻഡ് ടഫ് ലൈഫ് സ്റ്റൈലാണ് ചെയ്യുന്നത്. എൻ്റെ ബൈക്കിംഗ് ലൈഫുണ്ട്, എൻ്റെ ഒത്തിരി എക്സസൈസിങ്, ജിമ്മിങ് അങ്ങനത്തെ ലൈഫ് സ്റ്റൈലുണ്ട്. പിന്നെ എൻ്റെ കൈ ഒത്തിരി സമയം ഇവിടെ അവിടെയൊക്കെ ഇടിക്കും. സ്പെഷ്യലി ബൈക്കൊക്കെ ഞാൻ ശരിയാക്കുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസറീസ് ഇടുമ്പം, അല്ലെങ്കിൽ ചുമ്മാ ജിമ്മിലൊക്കെ ആണെങ്കിൽ ഇവിടെ അവിടെയൊക്കെ ഞാൻ കൈ ഇടിക്കും. സ്പെഷ്യലി ഞാൻ ഇങ്ങനെ പുള്ളിങ് മെഷീൻസിലൊക്കെ ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം പോയിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. സോ അതിലൊക്കെ നമ്മളുടെ വാച്ചിനെ സേവ് ചെയ്ത് വെക്കും, വാച്ചിനെ ഒന്നും ആവാൻ സമ്മതിക്കില്ല. സോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ചിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഞാൻ വൈറ്റ് ഈ വാച്ച് എടുത്തു, കുറച്ച് യുണീക്ക് ആയിരുന്നു. എനിക്ക് ബ്ലാക്ക് ഓറഞ്ച് വേണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓറഞ്ച് സ്ട്രാപ്പ് വാങ്ങിച്ചു. സോ ഇപ്പം ഞാൻ ഈ ഓറഞ്ച് സ്ട്രാപ്പ് ഇവിടെ ഇട്ടാൽ ഇപ്പം എൻ്റെ ഇത് ബ്ലാക്ക് വാച്ചാണ് ഓറഞ്ച് സ്ട്രാപ്പിൻ്റെ കൂടെ. ഇവിടെ സൈഡിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ ബോഡീൻ്റെ വൈറ്റ് അത് കാണാം. ബാക്കി എല്ലാ സ്ഥലത്ത് നിങ്ങളിത് ഇട്ട് കഴിയുമ്പം നിങ്ങൾക്കൊന്നും അത്ര പിടികിട്ടില്ല. സോ എനിക്ക് ഈ ലുക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഓറഞ്ച് സ്ട്രാപ്പ് ഒത്തിരി യൂസ് ചെയ്യും. സോ ചുമ്മാ വൈറ്റ് വാച്ചിൽ ഓറഞ്ച് സ്ട്രാപ്പ് ഇടുമ്പം അത് കാണാൻ അത്ര നല്ലതല്ല. സോ ഈ കേസിൻ്റെ കാരണം ഇപ്പം എനിക്ക് വൈറ്റ് സ്ട്രാപ്പ്, ഈ സ്ട്രാപ്പ്, പിന്നെ എനിക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സ്ട്രാപ്പ് എടുക്കാം. ഏത് സ്ട്രാപ്പ് വേണമെങ്കിലും എടുത്തിട്ട് ഇടാം. സോ ഇതാണ് വൈറ്റിൽ ഓറഞ്ച് ഇട്ടാൽ. സോ ഇത് അത്ര കാണാൻ ഒരു രസമില്ല, പക്ഷേ കേസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊത്തിരി നല്ലതാണ് കാണാനായിട്ട്. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 1000 സംതിങ്ങിന് വേണ്ടിയിട്ട് നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ ആ സ്ക്രാച്ച് വരുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അതാണ് ഇതിൻ്റെ ഓൺലി ഡൗൺ സൈഡ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ എൻഡിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാണും. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ.